സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭാ യോഗം അനുമതി നൽകി. അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്തും. കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട 2021 ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ആക്ടിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതിനുള്ള കരട് ഓർഡിനൻസിന് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. ശ്രീജ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീജ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വർഷ പ്രധാനമായും സംസ്ഥാന സർക്കാരിന്റെ മെഡിസെപ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ ഉള്ളൊരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ അത് 3 നിന്നും 5 ലക്ഷമായി ഉയർത്താനാണ് നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനാണ് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് 41 സ്പെഷ്യാലിറ്റി ചികിത്സകൾക്കായി 2100-ൽ അധികം ചികിത്സാ പ്രക്രിയകൾ അടിസ്ഥാന ചികിത്സാ പാക്കേജിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. മെഡിസെപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ അതിൽ ഒഴിവാക്കിയിരുന്ന 2 പ്രധാനപ്പെട്ട ചികിത്സകളുണ്ട്. അതുകൂടി അധിക പാക്കേജിലായി ഉൾപ്പെടുത്താനാണ് നിലവിലിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പദ്ധതിയിൽ 10 ഗുരുതര അവയവമാറ്റ രോഗചികിത്സാ പാക്കേജുകൾ കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്നുള്ള കാര്യവും ഇതിൽ തീരുമാനമായിരിക്കുന്നു. ഇതിനു പുറമെ സംസ്ഥാനത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ തുടങ്ങിയവയിൽ ESI ആനുകൂല്യം ലഭിക്കാത്ത ജീവനക്കാരും പെൻഷൻകാരുമുണ്ട്. അവർക്ക് മെഡിസെപ്പ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ അവരെ കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി തത്വത്തിലുള്ളൊരു തീരുമാനം കൂടി കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. പോളിസി കാലയളവ് അത് നിലവിലുള്ള 3 വർഷത്തിൽ നിന്ന് 2 വർഷമാക്കി മാറ്റി. രണ്ടാം വർഷം പ്രീമിയം നിരക്കിലും പാക്കേജ് നിരക്കിലും വർധനവുണ്ടാകും എന്നുള്ളത് കൂടിയാണ് ഇതിലെ ഒരു മാറ്റം എന്ന് പറയുന്നത്. മറ്റൊരു തീരുമാനം സംസ്ഥാന സർക്കാർ ഇന്നത്തെ ഈ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ സർവകലാശാലയിൽ സ്ഥിരം VC നിയമനത്തിനായുള്ള ഓർഡിനൻസിന് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം വന്നിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ്. സിസ തോമസിനെ താൽക്കാലിക VC സ്ഥാനത്തേക്ക് വീണ്ടും മാറ്റിയിട്ടുള്ള ഒരു തീരുമാനം വന്നിട്ടുള്ള ഒരു ഘട്ടത്തിൽ കൂടിയാണ് സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് കൂടി ഇപ്പോൾ കടന്നിരിക്കുന്നത്. ശരി.